അയ്യോ ചുമ ഇങ്ങനെ നോക്കടി ഗോപു. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് ഗോപു പോണത്? ഫ്രണ്ട്സ് വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ഒരാഗ്രഹം എവിടേക്കെങ്കിലും പോയാലോ എന്ന്. അപ്പോൾ അനിയത്തി പറഞ്ഞു കാലടിയിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ആശ്രമം, കാലടി ആശ്രമം. അപ്പോൾ അതുകൂടി കാണാമെന്ന് വിചാരിച്ചപ്പോൾ പോകുന്ന വഴിക്കുതാ ഒരു ഭിത്തിയിൽ ഇങ്ങനെ പടങ്ങൾ വരച്ചിട്ടുണ്ട് കേട്ടോ. എന്തോ കഥയാണ്, എന്ത് കഥയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ പോകുമായിരുന്നു ഞങ്ങൾ. ഈ ഒരു സ്ഥലം കാണാൻ നല്ല ഭംഗിയില്ല. ഇതും ഒരു ആശ്രമമായിട്ട് ആണ് കേട്ടോ. ശ്രീരാമകൃഷ്ണ അദ്വൈത ആശ്രമം എന്നാണ് ഇതിൻ്റെ പേര്. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ട് നടന്ന് ഇതാണ് കേട്ടോ കാലടിയിലുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി ആളുകളൊന്നുമില്ല കേട്ടോ. രാത്രിയായിരുന്നു പരിപാടി, ഞങ്ങൾ പോയത് പകലായിരുന്നു. ഇതിൽ തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ ആശ്രമം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കാലടി ആശ്രമം, നമ്മുടെ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ പോവാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല, എന്നാലും കുറച്ച് വീഡിയോസ് മേടിച്ചു തരാം കേട്ടോ. ഇതാണ് ആശ്രമത്തിൻ്റെ ബാക്ക് വശത്തുള്ള വ്യൂ. താഴെ കാണുന്നത് മുതലക്കടവാട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് താഴെ പോയി നല്ലതായിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാവേ. ഇതാണ് ആശ്രമത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ. നമുക്കിവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ തോന്നും, പോരാൻ തോന്നും. കുറേ നേരം അവിടെ നിന്നതിന് ശേഷം അത് ആശ്രമത്തിൻ്റെ ഫ്രണ്ടിലുള്ള കുളത്തിലുള്ള മീനുകളാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിന് ശേഷം ഞങ്ങൾ ആശ്രമത്തിൽ നിന്ന് ഇറങ്ങണുണ്ട് കേട്ടോ. ഇറങ്ങി വീണ്ടും അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിൻ്റെ ഇപ്പം ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ മുതലക്കടവ്. നല്ല അടിപൊളി വ്യൂ ആണ്. അവിടെയാണ് കാലടി മണപ്പുറം ആ കാണുന്നതാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞങ്ങളൊന്ന് കാണിച്ചെന്നുള്ള. ഇതാണ് മുതലക്കടവ്, ശങ്കരാചാര്യരെ മുതല പിടിച്ച സ്ഥലം. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു കേട്ടോ. നല്ലൊരു ഇച്ചിരി വെയിലുണ്ടായിരുന്നു. ഇത് അല്ലെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടെ ഇരിക്കാൻ. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് ഇനിയും ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മെഡിറ്റേഷൻ ചെയ്യാനുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു ഇവിടെ ഇരിക്കാൻ. തിരിച്ച് വീട്ടിലെത്തിയിട്ടാ.